ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ. ഇപ്പോൾ സമയം 4 മണിയാണ്. ഇപ്പോൾ കുട്ടികളെ വിളിക്കാൻ പോകാനായി. അപ്പോൾ ഞാൻ എന്തായാലും പോവുക, ഇപ്പം ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാധാരണ ഈ വീട്ടിൽ ആരാ ഉള്ളത് വെച്ചാൽ ഒരു സ്കൂട്ടിയിൽ പോയി കൊണ്ടുവരാറാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളുടെ ഒരു കസിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവൾ മോനൊരു മിഠായിയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ആട് കേട്ടോ. ഞങ്ങളെ കണ്ടതും എന്താണെന്നറിയില്ല, പരിചയമില്ലാത്തത് കൊണ്ട് എന്താണെന്നറിയില്ല, ഞങ്ങൾ കുത്താൻ വരികയാണ്. അപ്പം ഞങ്ങളെ കണ്ടതും ഞങ്ങളുടെ മേലോട്ട് കയറി വരിക കേട്ടത്. ഞങ്ങൾ പുറകോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളതിന് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു വടി എടുത്ത് ഓടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പോയി. എന്നിട്ട് പിന്നെ ഞങ്ങളും പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കുന്നൊക്കെ ഇറങ്ങി അങ്ങ് താഴെ എത്തണം കേട്ടോ കുട്ടികളെ വിളിക്കണമെങ്കിൽ. ഇതൊക്കെ ഞങ്ങളുടെ കസിൻസിൻ്റെ വീടാട്ടോ ഈ കാണുന്നതൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിക്കൊരു തോടും പാടവും വയലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് കുട്ടികളെ വിളിക്കാൻ അങ്ങോട്ട് എത്താൻ. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല രസമാണ് കേട്ടോ. ഇതേനെ ഇങ്ങനെ ഈ തോട്ടുകൂടെ വെള്ളം ഒഴുകിയിട്ട് 2 സൈഡും ഉണ്ട്. ഇതൊഴുകി അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ നല്ല രസമായിട്ടോ കാണാൻ. വെള്ളച്ചാട്ടം പോലെ ഒരു ഭാഗമുണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞങ്ങളത് അവിടേക്ക് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ കുട്ടികളുടെ ബസ് എത്താനായി. 4:30ക്കാണ് ബസ് എത്തുക. അപ്പോഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടുക കേട്ടോ. എൻ്റെ കൂടെ ബേബൂസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ പോയത്. അപ്പോൾ ഞങ്ങളൊരു തോട് കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ തോടെത്തിട്ടോ. ഇവിടെയാണ് കുട്ടികളുടെ ബസ് വരിക. അപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഞാൻ ബേബൂസിനെ ആദ്യം അവിടെ ഇരുത്തി കേട്ടോ. ഞാൻ കുന്ന് മൊത്തം അവനെടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ അവിടെ പോകുന്നുണ്ടെന്ന് അവനവിടെ ഇരുത്തി. അപ്പോൾ അവൻ പുറകിൽ വെള്ളം പോണതിൻ്റെ ഒച്ച കേട്ടിട്ട് പുറകോട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അവിടെ വെള്ളം പോണച്ചാൽ അവൻ കുറേ ദിവസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങണത്. മഴയൊക്കെ തോർന്ന് നല്ല ഒരു ഫ്രഷ്നെസ്സിൽ ഇരിക്കുക കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ നല്ലൊരു വൈബാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ബസ് വരാനായി കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഏട്ടൻ പട്ടിക്കുട്ടീനെയും കൊണ്ട് അതിനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കണ്ടതും ബേബൂസ് അവൻ ഒച്ചട്ടോണ്ടിരിക്കുകയാണ്. അവന് പട്ടിയും പൂച്ചനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിയിരിക്കൽ തന്നെയാണ് പണി. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബസ് വന്നു കേട്ടോ. വരുന്നതാണ് ബസ്. ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ബസ്സാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ വന്ന് നിൽക്കുകയുള്ളൂ. അവിടെ നിന്ന് ഞങ്ങളിനി പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്കിനി തിരിച്ച് വീടെത്തണമെങ്കിൽ ഒരു കുന്നും മലയും കയറി ഇറങ്ങണം കേട്ടോ. ഒരു വലിയ കുന്ന, ഒരു 2-3 കുന്ന് അങ്ങോട്ട് കയറിയിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് എത്താൻ. അപ്പോൾ ഇതും അവളുടെ കൂടെ സ്കൂളിൽ പോണ കുട്ടിയാട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും ബേബൂസ് അവളെ കണ്ടത് അവളത്തേക്ക് ചാടി. അപ്പോൾ അവൾക്ക് എടുക്കാനൊന്നും വെയ്ക്കണില്ല, എന്നാലും അവൾ എടുത്തു കേട്ടോ. അതായത് ഷാനുവിൻ്റെ സ്പോട്ടാണ്. ഷാനു ഇവിടെ എത്തിയൊന്ന് ചീച്ചി ഒഴിക്കണം. ഷാനു അവിടേക്ക് ഓടിപ്പോയി. ഷാനു ചീച്ചി വെച്ചിട്ട് അവിടെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അവനെ ആദ്യം ഓടും. ഞങ്ങൾ ഇത്രയും കാട്ടി മുന്നേ അവനാദ്യം ഓടും. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വെള്ളച്ചാട്ടം പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബാഗ് കയറ്റിയിട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ബാഗ് അവിടെ നിർത്തി. അപ്പോൾ ഹമ്മു എല്ലാവരോടും അവൾ ഹലോ ഞങ്ങൾ വീഡിയോ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോവുകയാണ് കേട്ടോ. ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കാണുന്നവിടെയാണ് കേട്ടോ, ഈ ഇടയിൽ കൂടെ പോണേ. അപ്പം എൻ്റെ അക്കത്ത് മോനുണ്ട്, പിന്നെ ഇവർ രണ്ടാളും ഞങ്ങളാട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ഈ വെള്ളമാണ് ഒഴുകി അങ്ങേ അറ്റത്ത് വെള്ളച്ചാട്ടമായിട്ട് ചാടുന്നത് കേട്ടോ. നല്ല രസമാണ് ഈ കാണാൻ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാം. അപ്പോൾ അങ്ങനെ അപ്പുറത്തൊക്കെ വീടാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തൊരു പറമ്പും പാടവും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട്. അപ്പോൾ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. അപ്പോൾ അമ്മ ഇത് കണ്ടത് ഇവിടെ ഇറങ്ങാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. നല്ല രസമാണ്. ഞങ്ങൾ മുന്നേ ഒരിക്കൽ ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല. പിന്നെ മഴയൊക്കെ അതാണ് കേട്ടോ പറഞ്ഞ വെള്ളച്ചാട്ടം. അതിന് ശരിക്കും നല്ല മഴയായിക്കഴിഞ്ഞാൽ ഇതിന് രസമായിട്ടോ കാണാൻ. ഇതിപ്പോൾ കുറച്ചധികം മഴയൊന്നുമില്ലല്ലോ. ഞങ്ങൾ വന്നിവിടെ കുറച്ച് നേരം വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. കുറേ ദിവസമായിട്ട് പറയുന്നു ഇവിടേക്ക് വരുന്നത്. ഇവിടുത്തെ കൊണ്ടുവന്നാണ് ഞങ്ങളവിടെ നിർത്തി കണ്ടിട്ട് അതിന് 2-3 ഏട്ടന്മാർ പോയി. അപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ കുട്ടികളെയും കൊണ്ട് ഇവിടെ വേഗം പൊക്കോ, ഇത് കുട്ടികളെയും കൊണ്ട് തന്നെ കൊണ്ട് വരില്ലേ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളത് കേട്ടതും എന്നൊക്കെ പറഞ്ഞ് ഞാനും ഈ കുട്ടികളും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു പോയി. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടിട്ട് അവരത് കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പോയി.
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങുന്ന ഒരു ഭാഗം കിട്ടാം. അപ്പോൾ അവിടെ പോയപ്പോൾ അവർക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും അവിടെ ഇറങ്ങി ഒരു 5 മിനിറ്റ് അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കാലിട്ട് നിന്നു കേട്ടോ. അത് ആഴമില്ലാത്ത ഭാഗമാണ്. അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായി, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും വെള്ളത്തിലിറങ്ങി കേട്ടോ. പക്ഷേ അവർ രണ്ടാളും സ്കൂൾ ഷൂ ഇട്ടിരുന്നത്. അപ്പോൾ ഒരു സ്കൂൾ ഷൂ അവിടെ ഊരി വെച്ചിട്ട് ഇറങ്ങി. തിരിച്ചു പോകുമ്പോൾ അത് കൈ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരിറങ്ങി കേട്ടോ. അതിൻ്റെ ഒരു കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അത് കഴിഞ്ഞ് ഞാൻ മതി കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങളവിടുന്ന് ഇവരോട് കയറാൻ പറയണ്ടിട്ട് അവർ കേൾക്കുന്നില്ല. അവർക്ക് വെള്ളത്തിന് കയറാൻ തോന്നുന്നില്ല. അവർ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഒന്നും ഇതാക്കാതെ ഞങ്ങൾ പിന്നെ അവർ കയറി കുറച്ച് നേരം കളിച്ചു. എന്നിട്ട് അവർ കയറി. അപ്പോൾ ബേബൂസിനെ ഇറങ്ങണം പറയുകയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ തോടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടിട്ട് അതിൻ്റെ ഇടയിൽ ഹംനിയും ഒന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിട്ടാ. അവർക്ക് മതിയായി. ഇതാ സ്കൂൾ ഷൂ ഒക്കെ കയ്യിൽ പിടിച്ച് ആകെ നനഞ്ഞു കുതിർന്നിരുന്നു കേട്ടോ ഷോക്സൊക്കെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ വേറെ കുട്ടികൾ മാങ്ങയ്ക്ക് കല്ലെറിയണമൊക്കെ ഉണ്ട്. അവരപ്പോൾ കല്ല് വെള്ളത്തിൽ പോയിട്ട് അവർ തോട്ടിലിറങ്ങി എടുക്കുകയാണ് കേട്ടോ. തലയിലുള്ള മാങ്ങ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാഗും കുട്ടികളും ഒക്കെ കുട്ടീനെയും ഒക്കെ പാട് എടുക്കാൻ വയ്യ. അപ്പോൾ ബേബൂസ് അവളുടെ കൂടെ നടന്നു. അത് കഴിഞ്ഞ് പോണ വഴിക്ക് ഇതായിട്ട് ഞങ്ങളുടെ മൂത്താപ്പാടെ വീടാണിത്. അപ്പോൾ അവിടെ ചെറി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹംനു അത് കഴിഞ്ഞ് പിന്നെ ഹംനുവിന് ചെറി പൊട്ടിക്കണം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പിന്നെ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു നേരമായി 4:30 വന്ന് സ്കൂൾ ബസ്സാണ്. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഞങ്ങൾ 5 മണിയാവും. ഈ കുന്നൊക്കെ കയറി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെത്താൻ. അങ്ങേ തലക്കെ കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ കസിൻസിൻ്റെ വീടാണ് കേട്ടോ. മൂത്താപ്പാടെ മക്കളുടെ വീടാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങേ തലക്കിലാണ് ഞങ്ങളുടെ വീട് കേട്ടോ. താഴത്തെ കുന്നിലൊക്കെ താഴത്തേക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾക്കൊരു പാട് കിട്ടുന്നതാ. ഷാനുവിൻ്റെ അമ്മച്ചിൻ്റെ ഭാഗത്ത് ഞാനും ഷാന ബാഗും ഒരു ഷൂ ഷാനൊരു ഷൂ ഞാനും പിടിച്ചാണ്. അവൻ ഷൂ ഇട്ടു. എൻ്റെ കാലൊക്കെ പിണ്ടിയായി ചെളിയായിട്ടിരിക്കുക. അപ്പം ഞാൻ വേഗം അതിട്ടു. അപ്പം ഞങ്ങൾ വീടെത്തി. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ കുന്നും മലയൊക്കെ കയറി ഞങ്ങളുടെ വീടെത്തി കേട്ടോ. ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അവിടെ എത്തിയത് എല്ലാവരും ഒന്ന് കുഴഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീടെത്തി കയറി വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് കേട്ടോ.